നമസ്കാരം. നമ്മൾ തമ്മിലിൽ കണ്ടതുപോലെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സിലബസ് പരിശോധിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. എന്തിൻ്റെയും സിലബസ് അറിഞ്ഞ് പഠിച്ചാൽ മാത്രമാണ് സ്കോർ ചെയ്യാനായിട്ട് കൂടുതൽ പറ്റുന്നത്. അതുകൊണ്ടാണ് സിലബസ് പ്രധാനപ്പെട്ടതാകുന്നതും. എന്താണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ്? ഹൈക്കോടതി ജഡ്ജിമാർക്കും ജീവനക്കാർക്കും ഭരണപരമായ പിന്തുണ നൽകുന്നതിൽ ഉൾപ്പെടുന്ന ഒരു അഭിമാനകരമായ ഒരു ചുമതല തന്നെയാണ് കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു പൊസിഷൻ. ഒരു ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ജോലി എന്ന് വെച്ചാൽ കോടതി രേഖകൾ കൈകാര്യം ചെയ്യുക, അപ്പോയിൻമെൻറ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക, പൊതുവായ ഓഫീസ് ജോലികളിലൊക്കെ സഹായിക്കുക എന്നൊക്കെയാണ്. അതിനാൽ തന്നെ അതിൻ്റെ സിലബസും അത്രത്തോളം ഗൗരവമുള്ള ഒരു സിലബസ് ആയിരിക്കും. കാരണം അത്രയും കോൺഫിഡൻഷ്യലായിട്ടുള്ള, അത്രയും പ്രൊഫഷണലായിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സിലബസിൽ പൊതുവേ 3 കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്: ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്. ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. പരീക്ഷ OMR രീതിയിലായിരിക്കും. 100 മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത്. 75 മിനിറ്റാണ് പരീക്ഷാ സമയം. 3 സ്റ്റേജുകളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ഒന്നാമത്തെ സ്റ്റേജാണ് ഈ OMR. ഇത് വിജയിക്കുന്നവർക്ക് അടുത്ത സ്റ്റേജായ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതായത് വിവരണാത്മക പരീക്ഷയാണ് രണ്ടാമത്തെ സ്റ്റേജ്. ആ കടമയും കടക്കുന്നവർക്ക് ഇൻ്റർവ്യൂ. ഇതാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. പൊതുവായി പറഞ്ഞിരിക്കുന്ന സിലബസ് 4 ആണെങ്കിലും അതിലും സബ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അപ്പം ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾക്കാണ് സാധ്യത എന്നാണ് ഇവിടെ പറയുന്നത്. 1. ആൻ്റണിംസ്, സ്പോട്ടിംഗ് എറർ, എറർ കറക്ഷൻ. ഇതൊക്കെ വാക്കിൻ്റെ അർത്ഥങ്ങൾ, ആ വാക്കിൽ തന്നിരിക്കുന്ന സ്പെല്ലിങ്ങിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. റീഡിംഗ് കോംപ്രഹെൻഷൻ, പാസേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഇഡിയംസ്, ഫ്രേസസ്, സെൻറ്റൻസ് ട്രാൻസ്ഫർമേഷൻ, ടെൻസ്, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ടെൻസ്, അതിൻ്റെ സബ് ഡിവിഷൻസ്. സെൻറ്റൻസ് സ്ട്രക്ചർ പരിശോധിക്കാൻ ചോദിക്കാം. ജംബിൾഡ് സെൻറ്റൻസ് റീഅറേഞ്ച് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കാം. പാർട്സ് ഓഫ് സ്പീച്ച്, പങ്ക്ച്വേഷൻസ്, ക്ലോസ് ടെസ്റ്റ്, പിന്നെ ബേസിക് ഗ്രാമറായ നൗൺ, വെർബ്, അതിൻ്റെ സബ് ഡിവിഷൻസ്. ഇതൊക്കെ ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് ജനറൽ നോളജാണ്. ജനറൽ നോളജിൽ നിന്ന് പൊതുവിജ്ഞാനത്തിൽ നിന്ന് ഏത് ഏരിയയും പൊതുവിജ്ഞാനത്തിൻ്റെ അണ്ടറിൽ കയറി വരും. ഇതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്ന സബ് ഡിവിഷൻസ് ഹിസ്റ്ററിയാണ്. അതിൽ നാഷണൽ ഹിസ്റ്ററി, കൾച്ചർ, സൊസൈറ്റി, ഹെറിറ്റേജ്, ആർട്സ്, ലിറ്ററേച്ചർ. ഇതെല്ലാം ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട്, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ, ഇത് തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നാളെ ചരിത്രമാകാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഈ ഹിസ്റ്ററിക്കകത്തോട്ട് കയറി വരും. കറണ്ട് അഫയേഴ്സും ഹിസ്റ്ററിയായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നീട് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഇൻ്റർനാഷണൽ അഫയേഴ്സ്, ഇന്ത്യൻ എക്കണോമി, അത് പ്രധാനപ്പെട്ടതാണ്. ബ്ലഡ് റിലേഷൻസ്, ഇതെല്ലാം ബ്ലഡ് റിലേഷൻസ് പൊതുവേ റീസണിങ്ങിനകത്ത് കയറി വരുന്നെങ്കിലും ജനറൽ നോളജിൻ്റെ വിഭാഗത്തിലും ബ്ലഡ് റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത മാത്തമാറ്റിക്സ് വിഭാഗമാണ് പറയുന്നത്. ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് എന്ന് ഒന്നിച്ചിട്ടിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ വിഭാഗത്തിൽ നിന്നും മാത്സിൽ നിന്നും സംയോജിതമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമ്പർ സിസ്റ്റം, ഫ്രാക്ഷൻ, ഡെസിമൽസ്, സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, ഇതൊക്കെ എല്ലാ PSC ക്വസ്റ്റ്യൻസ് പരീക്ഷകൾക്ക് നോർമലായിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്, ടാബുലാർ ഫോംസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഇതൊക്കെ ഒരു സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട ഏരിയ തന്നെയാണ്. അതിൻ്റെയും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത്. പൊതുവായിട്ട് സിലബസ് ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇതിനകത്തുനിന്ന് ഓരോ ചോദ്യങ്ങൾക്കും ഓരോ സബ് ഡിവിഷൻസിനെ മുൻനിർത്തി ഓരോ ക്രൈറ്റീരിയ, ഓരോ ഏരിയാസ് ഉണ്ട്. അതിൽ നിന്ന് വീണ്ടും ചോദ്യങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്.